നമസ്കാരം. പൊറ്റിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം. വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലബനനെതിരെ ഇസ്രായേൽ യുദ്ധം കടുപ്പിച്ചതോടെ ശക്തമായ പ്രത്യാക്രമണവും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട്. അപ്പോഴും അതൊന്നും വകവയ്ക്കാതെ നീചപ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയെ പോലെ ലബനനിലും ആളില്ലാത്ത തുരുത്താക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് നെതന്യാഹു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുമ്പോഴും സാധാരണക്കാരായ നിരപരാധികൾക്കാണ് അവിടെ ജീവൻ നഷ്ടമാകുന്നത്. അതിന്റെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തികളാണ് ഇസ്രായേൽ ലെബനനിലും തുടർന്നു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇറാൻ മാറ്റിയിരുന്നു. അദ്ദേഹം രാജ്യത്ത് തന്നെ ഉണ്ട് എന്നാണ് അൽ അറേബ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. നസ്രുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഖമേനി ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ സയനിസ്റ്റ് കുറ്റവാളികൾ വളർന്നിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റ്. ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തമായ സംഘടനാ സംവിധാനത്തെ തകർക്കാൻ മാത്രം സയനിസ്റ്റ് കുറ്റവാളികൾ വളർന്നിട്ടില്ല. മേഖലയിലെ എല്ലാ സംവിധാനങ്ങളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും ഖമേനി പറഞ്ഞു. ലബനനിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിലൂടെ ഭ്രാന്തന്മാരായ സയനിസ്റ്റുകളുടെ ക്രൂരത ഒരിക്കൽ കൂടി വെളിപ്പെട്ടു. ഇതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെയും നേതാക്കളുടെയും നയങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഗാസയിലെ ഒരു കൊല്ലം നീണ്ട യുദ്ധത്തിൽ നിന്നും സയനിസ്റ്റ് ഭരണകൂടം പാഠം പഠിച്ചിട്ടില്ല. സ്ത്രീകളെയും സാധാരണക്കാരായ ജനങ്ങളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നതിലൂടെ ചെറുത്തുനിൽപ്പിന്റെ ഘടന ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല. ഹിസ്ബുള്ളയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ഉറപ്പുവരുത്തുമെന്നും വലിയൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി. എന്തായാലും വലിയൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ എല്ലാവിധ മുന്നറിയിപ്പുകളും പുറത്തു വന്നു കഴിഞ്ഞു. അണിയറയിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കിയതായാണ് ചില രഹസ്യ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഇസ്രായേലും വലിയൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലാണ്. പശ്ചിമേഷ്യയിലാകട്ടെ അശാന്തി ഒന്നാകെ പടർന്നിരിക്കുകയാണ്. ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന പേടിയിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.